പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ ആദ്യം ഇസ്ലാം വിരോധിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രേമരാജൻ, സ്വാഗതം. പോക്കറ്റ് നെയിം, ഹായ്, താങ്ക് യു. ആദ്യം നമുക്കറിയുന്നത് പോലെ പല ആളുകളും ഇസ്ലാമിക തീവ്രവാദത്തെ ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പ്രഭാഷണങ്ങളൊക്കെ വെച്ചിട്ട് മുമ്പ് ഷാജൻ ഒരുപാട് വിഷയങ്ങളിൽ തൻ്റെ ആ വിഷയത്തിലെ അഭിപ്രായം എന്താണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജൻ സ്കറിയയെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, മുസ്ലിം വിരോധിയായിട്ട്. ഇസ്ലാമിക തീവ്രവാദത്തെ ആര് എതിർത്താലും ശരി, അവരെ മുസ്ലിം വിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിവരുടെ ഒരു അജണ്ടയാണ്. നമ്മൾ എതിർക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളെയും അല്ല എന്ന് അവർക്കും അറിയാം. ഇസ്ലാമിലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇന്ത്യ വിരുദ്ധതകളെയും എതിർക്കേണ്ടതും വിമർശിക്കേണ്ടതും നമ്മളുടെ ശക്തമായ അഭിപ്രായം ആ വിഷയത്തിൽ രേഖപ്പെടുത്തേണ്ടതും നമ്മളുടെ ബാധ്യതയാണ്. കാരണം നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾക്കുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കണം, മതേതരത്വം അവർക്കും അനുഭവിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കുന്നത്. ഇപ്പോ മാധ്യമപ്രവർത്തകരുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് തന്നെ വൈറലായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും തന്റെ അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുന്നത് എന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹത്തെ മുസ്ലിം വിരുദ്ധനായിട്ട് അങ്ങ് ചിത്രീകരിച്ചു. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണം. തീവ്രവാദിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മാത്രമാണ് അദ്ദേഹം പരാമർശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്, മാറ്റി പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി പറയുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും അതിന് സാധിക്കുന്നില്ല എന്ന് മാത്രം. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഇവരുടെ രീതിയാണ്. മുമ്പ് സുരേഷ് ഗോപിയോട് മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് അവരുദ്ദേശിക്കുന്ന മറുപടി ലഭിക്കാതെ വന്നപ്പോൾ മീഡിയ വൺ റിപ്പോർട്ടർ ഒരു ഗോഷ്ടി കാണിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമ്മളൊക്കെ അതിന് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട റിപ്പോർട്ടർമാർക്ക് മാത്രം ഹിന്ദു നേതാക്കളെയോ ക്രിസ്ത്യൻ നേതാക്കളെയോ അതല്ലെങ്കിൽ അവർക്ക് പിടിക്കാത്ത അവരുടെ ആശയത്തിലെ ചാണകസംഖികളെയൊക്കെ കാണുമ്പോൾ എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയും വാർത്തകൾ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യാം. മുസ്ലിം വിരോധിയാക്കാനുള്ള ശ്രമം നടന്നു കഴിഞ്ഞാൽ അത് കുപ്രസിദ്ധിയാകും, നല്ല രൂപത്തിൽ പ്രചാരത്തിലെത്തും. അങ്ങനെ വരുമ്പോൾ ഇനി മറ്റൊരാൾ ഇതേ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ വരും. അതാണ് നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണ്ടത്. അത് തന്നെയാണ് ജിഹാദികൾ സ്വപ്നം കാണുന്നതും. അതായത് കൊല്ലാതെ ഭീഷണിപ്പെടുത്താതെ പ്രത്യക്ഷമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ ഒരാളെ എങ്ങനെ ശത്രുപക്ഷത്ത് നിർത്താം ഇവർക്കറിയാം. അത് സുഡാപ്പികളുടെ കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതൊക്കെ വാർത്തകൾ എങ്ങനെ കൊടുക്കണം എന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഫസൽ ഗഫൂറും CA റൌഫും ഒക്കെ പറഞ്ഞത് നമുക്കിന്ന് ശത്രുക്കളില്ലാന്ന്. കാരണം ഇന്ന ചാനലുകളിലെ ആളുകളൊക്കെ നമ്മളുടെ ആളുകളാണ്. നമുക്കിന്ന് ശത്രുക്കളില്ല, എതിരാളികളില്ല എന്ന് പറയാൻ എന്താണ് കാരണം?
സിയറൌഫിന്റെ പോക്കറ്റിലുള്ള പണമാണ് മാധ്യമങ്ങൾ എന്തു പറയണം എന്തു പറയണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇടതരാണെങ്കിലും വലതരാണെങ്കിലും SDPIയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ തരം താണ മത തീവ്രവാദത്തിന്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും എതിർക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ മൊത്തവും പറഞ്ഞതാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണം കുറേ കാലങ്ങളായി ഇവർ തുടങ്ങിയിട്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായം കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുമുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധനോ ഒരു മാനവിക വിരുദ്ധനോ ആയിട്ട് നമുക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം എല്ലാ സമുദായത്തിനും മെഡിക്കൽ കോളേജ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരുപാട് ഡേറ്റാസ് പരിശോധിച്ചു നോക്കുമ്പോൾ അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാ വാസ്തവ വിരുദ്ധമായിട്ടുള്ളത്? തീവ്രവാദികളെ കുറിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? അവർക്കെതിരെ എന്തെങ്കിലും വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുണ്ടോ? ഇല്ല. അപ്പോ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നത് ശരിയാണ്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയവും അന്ധമായിട്ടുള്ള മതഭ്രാന്തും വച്ചു പുലർത്തുന്ന കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം വേണ്ടപ്പെട്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ പച്ചയ്ക്ക് കൊന്നു കത്തിച്ചുകൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമികൾ. ആർക്കെങ്കിലും എതിർക്കണോ? വേണ്ട. ഇതേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലും പിടിമുറുക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണോ? BJP കേരളത്തിൽ നിലയുറപ്പിച്ചാൽ തീവ്രവാദികളെ നിയന്ത്രിക്കുമെന്നും നിലയ്ക്ക് നിർത്തുമെന്നും അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാതിരിക്കുവോ? ഹിന്ദുക്കളെ പച്ചക്കിട്ട് കത്തിച്ച് അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് മുസ്ലിം ലീഗ് വെല്ലുവിളിച്ചതും പോപ്പുലർ ഫ്രണ്ട് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞതും SDPIക്കാര് വെള്ളസാരി വാങ്ങി വെച്ചോ, വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോ, നിന്റെയൊക്കെ ഇന്നവന്റെ ഭാര്യയെ ഇന്നവന്റെ മകനെ എന്ന് വിളിച്ചിട്ട് നടത്തിയ പ്രഭാഷണം എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? നിന്റെ ഭാര്യ വീടറിയാം, കുടുംബ വീടറിയാം, മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അറിയാം. ഇതൊക്കെ തന്നെയല്ലേ തീവ്രവാദികളുടെ കിതാബിലുള്ള അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നു നമ്മൾ പറയാൻ കാരണം? ഇതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകളെയൊക്കെ മുസ്ലിം വിരുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ആ ചാപ്പയടിയെ വിവേകമുള്ളവർ ഭയക്കില്ല, വിവരമുള്ളവർ ഭയക്കില്ല. നിങ്ങളുടെ തീവ്രവാദത്തിന്റെ അകക്കാൻ പറയുന്ന ആളുകൾ ഭയക്കില്ല. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പിന്നെന്തോ വിളിക്കണം? പിന്നെന്തോ പറയണം? വർഗീയവാദികളെ പിന്നെന്ത് വിളിക്കണം? അപ്പോ മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാൻ കേരള സർക്കാരല്ലേ അനുമതി നൽകേണ്ടത് എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ? അതിനകത്തൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്ക് എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് വസ്തുതകളുണ്ട്. അതിലേക്കൊന്നും കടക്കാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മളൊക്കെ തിന്നുന്നതും ചോറ് തന്നെയാ. നമ്മളൊക്കെയും ഈ സോഷ്യൽ മീഡിയയില് ഇത്തരം വാർത്തകളൊക്കെ കാണുന്നുണ്ട്. നമ്മളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ശക്തമായ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയ മീഡിയകളിലൂടെ. അപ്പൊ ഇത് തുറന്നു പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും അവരെ വർഗീയവൽക്കരിക്കാനും അവരെ ഏതാണ്ടൊന്ന് കോർണർ ചെയ്തിട്ടുള്ള ഒരു തരം വിമർശനം നമ്മുടെ നാട്ടില് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇനി അതൊക്കെ നടക്കുമോ എന്നതൊരു വിഷയമാണ്. ഒരു പരിധിവരെ ആളുകൾ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയാൽ ഇതൊക്കെ അങ്ങോട്ട് അവസാനിച്ചു കിട്ടും. അതാണ് സത്യം. ഇതൊന്നും ഇനി നടപ്പുള്ള സംഗതി അല്ലെന്നേ അതേ നമ്മളും പറയുന്നുള്ളൂ.